അടിച്ച് നിന്റെ പല്ലി ഞാൻ കളയും ബഹളുണ്ടാക്കിയ. ഇന്ന് എന്താ നേരത്തെ എഴുന്നള്ളിയത്? എടേ, പണ്ട് കാലം മുതലേ വിത്തുകാളയെ കൊണ്ട് ജീവിക്കുന്ന ഒരു കുടുംബമായത്. അതുകൊണ്ടാണ് ഈ വീടിന് കാളപ്പറമ്പിൽ നിന്നുള്ള പേര് കിട്ടിയത്. എന്റെ അപ്പന്റെ പേര് കാളവറിയിരുന്നായിരുന്നു. ഞാൻ ഈ തൊഴിൽ ഏറ്റെടുത്തപ്പോ മത്തായി കാളമത്തായി ആയി. നീ ആരാ? കാളമത്തായിയുടെ ഭാര്യ കൊച്ചുമറിയ. അതിരിക്കട്ടെ, ഇന്ന് എത്ര വീട്ടിൽ ജോലി നടന്നു? ഒറ്റ സ്ഥലത്തെ നീലാണ്ടന് പണി ഉണ്ടായിരുന്നുള്ളൂ മോളെ. ഒറ്റ സ്ഥലത്തോ? എന്റെ വിശ്വാസായില്ലേ? നിങ്ങൾ പറയുന്ന വിശ്വസിക്കല്ലാതെ ഇതിന്റെ കണക്കെടുക്കാൻ നോക്കൂ. ശരി, വേണ്ട. കുറച്ച് നാളെ പോകുന്ന കാശ് എവിടെ? കാശ് നിനക്ക് ഞാൻ തന്നില്ലേ? എവിടെ തന്നു? ഇല്ലല്ലേ. എന്താണോ മറിവേടി? മറിവിതേണ്ട. പിടിച്ചോ. വേണ്ട. ഇത് 40 ഉള്ളൂ. 10 രൂപ അവര് പിടിച്ചു വെച്ചിരിക്ക. ചെന പിടിച്ചാലേ തരുള്ളൂന്ന്. നിങ്ങൾ എന്താ ഈ പറയുന്നത്? അതൊക്കെ പറയാൻ നീലാണ്ടം കേൾക്കും. അത് മതി അവന് നാണക്കേടിന്. ഇനി വേറെ വല്ലയിടത്തും നിങ്ങൾ കാശ് വെച്ചിട്ടുണ്ടോ? ഇല്ലടേ, ഒന്നുമില്ല. ഇല്ലാതൊന്നുമില്ല. ഇതെന്താ? അത് ബീഡിന്റെ പെട്ടി. ഇങ്ങെടുക്ക്. വലിക്കോ? എടുക്കാൻ. ബീഡി വലിക്കോ? എന്താ ഇങ്ങനെ ചെയ്യണ നീ? ഇതെന്താ? നിങ്ങക്ക് നാണമില്ലേ? കല്ലുടിക്കാൻ ഞാൻ കാശ് തരുന്നില്ലേ? സത്യം എന്താന്ന് നിനക്കറിയോ? ഇത്രയും പ്രായമായിട്ട് നമുക്ക് കുട്ടികളില്ലാത്തതുകൊണ്ട് 10 രൂപയ്ക്ക് മെഴുതിരി മേടിച്ച് അന്തോണിച്ച് പുണ്യാളിന് കൊടുക്കാന്ന് ഞാൻ നേർച്ച നേർന്നു. അല്ലാണ്ട് കല്ലുടിക്കാനൊന്നല്ല ഇത്. എന്നാലും നേരത്തെ പറയണ്ടേ? വേഗം കൊണ്ടുപോയി തിരി കത്തിക്ക്. ഇതെല്ലാം പിണ്ടാക്കിന്. ഇത് കള്ളുകുടിക്കാൻ. കള്ളുടിക്കാനൊന്നും വേണ്ട. ഒരു ദിവസം കള്ളുടിക്കാൻ ചത്തുപോലില്ല. വേണം. എനിക്ക് വേണ്ട. വേണം. എന്നെ നിർബന്ധിക്കണ്ട. എന്റെ പൊന്നല്ലേ. എന്തിനടി ഇത് വെറുതെ ഇങ്ങനെ കള്ളുടിച്ചിട്ട് കഴിക്കുന്നു? ഇത് അന്തോണി സുണ്യാണ്. അപ്പൊ പിന്നെ കള്ളുടിക്കാം. ഇത് കള്ളുടിക്കാൻ തന്നതാ. അപ്പൊ പിന്നെ അതും കുടിക്കാം. ഇത് നമ്മുടെ നീലാണ്ടന്റെയാണ്. അതൊക്കെ. പിന്നെ ഈ കള്ള് ഷാപ്പിൽ കൊടുക്കാനുള്ള കാശ് ഉള്ള അപ്പം തരുമോ? അതിനല്ലേ നമ്മൾ ചില പരിപാടികളൊക്കെ കണ്ടുവച്ചിരിക്കണേ. ഇങ്ങോട്ട് പാടാ മോനെ. നീയേ ഈ ചെരുപ്പിന്റെ അകത്ത് ഇങ്ങനൊരു ഗുട്ടൻസ് ഉള്ളത് വലുത് ഈ പെണ്ണിനെ അറിയോ? എന്റെ കർത്താവേ, നീ ഇങ്ങനൊരു വഴി എനിക്ക് കാണിച്ചു തന്നില്ലെങ്കിൽ ഞാൻ തെണ്ടിപ്പോയാനെ. കൊച്ചമ്മ, വക്കീൽ സാർ ഈ ഫ്ലൈറ്റിൽ ഇല്ലായിരുന്നു. താൻ വണ്ടി ഷെഡിൽ കൊണ്ടിട്ടേ പോയിക്കോളൂ. ശരി കൊച്ചമ്മ. കേട്ടോ നാരായണ, മഠത്തിലെ തിരുമേനിയുടെ സിന്ധി പശു എന്റെ നീലാണ്ടന്റെ ഇരട്ടിയുണ്ട്. എത്രയുണ്ട്? ഇരട്ടി. ഞാൻ ആ പശുവിനെ ചേർപ്പിക്കാൻ നീലാണ്ടനെയും കൊണ്ട് അവിടെ ചെന്നു. സിന്ധി എന്റെ നീലാണ്ടനെ ഒരൊറ്റ നോട്ടം നോക്കി ചീ പോടാ പുല്ലേ എന്ന മട്ടിൽ മുഖത്ത് തുപ്പിയതുപോലെയായി എനിക്ക്. ഞാൻ ഒരൊറ്റ വിളി വിളിച്ചു, മോനെ നീലകണ്ഠ, എന്റെ മാനം രക്ഷിക്കൂ. ഇത് കേട്ട പാതി നീലാണ്ടൻ എടുത്തൊരു ഒറ്റ ചാട്ടം. സിന്ധി പശു ക്ലോസ്. ചത്തുപോയോ? ഏയ്, ചത്തില്ല. 10ാം മാസത്തിൽ പെറ്റു. ഇപ്പൊ കുടം വെച്ചല്ലേ പാല് കറക്കണേ. എടോ ശങ്കരപ്പിള്ളേ. ശങ്കരപ്പിള്ള അല്ല, ലോനപ്പൻ. എടോ ലോനപ്പ ശങ്കരപ്പിള്ളേ. ആഹാ, ഇവിടെ പാടൂ. അങ്ങനെ പോയാ പറ്റില്ലല്ലോ. ഇരിക്കൂടെ, ഇരിക്കലോ ഇവിടെ. താൻ എന്നോടോ മാർക്കം കൂടിയത്? സ്വാമിയേ ശരണമയ്യപ്പ, അങ്ങനെയൊന്നും പറയല്ലേ. ആട്ടെ, താൻ എന്തിനാണോ തലയിൽ മുണ്ടിട്ട് ഈ ഷാപ്പിലേക്ക് വരണേ? ആരെങ്കിലും കണ്ടാലോ? നാണക്കേടാവോ? അതല്ലടോ മാപ്പിളെ. പിന്നെ കാണുന്നതിനൊക്കെ കള്ള് ഞാൻ മേടിച്ചു കൊടുക്കേണ്ടി വരും. എന്റെ കാശുണ്ടോ? എന്നാ ഇന്നത്തെ കള്ള് എന്റെ വക. ഒരു ഉപ്പ് കൊണ്ടുവാ. ഇന്നലെ മുതൽ എന്റെ ലക്ഷ്മി അമറുക. അങ്ങനെ പറ. അതാ നീലാണ്ടന് കാലത്തെ മുതൽ എന്നോടൊരു മുറുമുറുപ്പ്. ഞാനൊരു കാര്യം ചെയ്യാം. നാളെ രാവിലെ നീലാണ്ടനെയും കൊണ്ട് അങ്ങോട്ട് വരാം. അവൻ ലക്ഷ്മിയായിട്ട് കുറച്ചേരം സംസാരിക്കട്ടെ. അയ്യോ, വീട്ടിലോട്ട് കൊണ്ടുവരണ്ട. ഞാൻ പശുവിനെ അങ്ങോട്ട് കൊണ്ടുവരാം. അതെന്താ? പ്രായപൂർത്തിയായ ഒരു പെങ്കൊച്ച് വീട്ടിൽ നിൽക്കുകയല്ലേ എന്റെ മത്തായിച്ച. എടോ, പിള്ളേര് ഇതൊക്കെ കാണണം, പഠിക്കണം. തെറ്റും ശരിയും മനസ്സിലാക്കേണ്ട പ്രായത്തിൽ മനസ്സിലാക്കിയാൽ പിന്നെ ഒരിക്കലും വഴിതെറ്റി പോവില്ല. മനസ്സിലായോ? മതി രജനി, ഡിന്നറിന് മുമ്പ് ഇഷ്ടം പോലെ കഴിച്ചതല്ലേ? This is on for the bed. ഇത് കഴിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് ഇരുന്നാൽ ഉറക്കം വരില്ല, പ്രത്യേകിച്ച് രജനിയെ കണ്ട ശേഷം. Really? എങ്കിൽ ഞാൻ ഉറക്കി തരാം.
ഷുവർ. മോളെ, മണി 11 സാറിന് ഉറങ്ങണ്ടേ? ഞാൻ ഈ വേഷം ഒന്ന് മാറ്റിട്ട് വരാം. വരും മമ്മി. ഹലോ. സണ്ണിച്ചായനാണോ? നല്ല പണിയായി കാണിച്ചത്. വരാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നതാണ്, പക്ഷേ ലാസ്റ്റ് മിനിറ്റിൽ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ പതിവ്. കേസിന്റെ വാദം തീരാതെ പോരാൻ പറ്റുമോ ആലീസ്? അപ്പൊ നാളെയും വരില്ലേ? നോ, ഒരു 4-5 ദിവസത്തെ ജോലി കൂടി ഉണ്ട്. അതുകൂടി തീർത്തിട്ട് അടുത്ത ശനിയാഴ്ച വരാം. അടുത്ത ശനിയാഴ്ചയും പ്രോഗ്രാം മാറുവോ? ഏയ്, ഇറ്റ്സ് ഡെഫിനിറ്റ്. നിർത്തട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഹലോ, ആരാ സംസാരിക്കുന്നേ? ഐ എം രജനി. വാട്ട് ഡു യു വാണ്ട്? ഐ ആം മിസ്സസ് സണ്ണിച്ചെറിയൻ. വിൽ യു കൈൻഡ്ലി ഗെറ്റ് ഹിം ഓവർ ദ ഫോൺ? റോങ് നമ്പർ. ഹലോ ഹലോ ഹലോ. ഞാൻ നിൽക്കുന്നു നിന്റെ കള്ളൻ. മത്തായിച്ചോ, മത്തായിച്ചാ. ആഹാ, പിള്ളേച്ചൻ രാവിലെ തന്നെ ഇങ്ങോട്ട് പോന്നോ? രാഹുകാലത്തിന് മുമ്പ് ചേർപ്പിക്കാമെന്ന് വെച്ചു. നീലാണ്ടൻ അങ്ങനെ രാഹുകാലൊന്നുമില്ല, അവൻ എപ്പോഴും റെഡിയല്ലേ. അതെ, ദേ, ഐശ്വര്യമായിട്ട് ഞങ്ങൾ പിടിച്ചു. എന്റെ കർത്താവേ, സ്വാമി ശരണം. ഇതെന്താ 5 രൂപ? കേട്ടോ, ഞാനിത് തനക്ക് വെറുതെ തന്നതാ. മനസ്സിലായില്ല. എന്താ കാലത്തെ തർക്കം? തർക്കമൊന്നുമില്ല. താൻ കഴിഞ്ഞ പ്രാവശ്യം പശുവിനെ കൊണ്ടുവന്നപ്പോ എത്ര രൂപ തന്നത്? 50 രൂപ. പിന്നെന്താ 5 രൂപ? എടോ, ഈ കാര്യം നയാ പൈസ കൂടാതെ സാധിക്കാൻ ഇവിടെ ഒരു പുതിയ പദ്ധതി വന്നിട്ടുണ്ട്. എന്ത് പദ്ധതി? കൃത്രിമ ഗർഭോത്പാദന പദ്ധതി. എന്ത് 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 ഉൽപാദന പദ്ധതി. ഇതെന്തേ പറയണേ? സ്വിറ്റ്സർലാൻഡിൽ നിന്നും കാളകളുടെ ജ്യൂസ് പീച്ചാങ്കോയിലൂടെ വലിച്ചെടുത്ത് ഇവിടെയുള്ള പശുക്കൾക്ക് പീച്ചാങ്കോയിലൂടെ തന്നെ ഇഞ്ചക്ഷൻ ചെയ്യുക. അതാണ് കൃത്രിമം. എവിടെ ഈ സ്ഥലം? ഇപ്പൊ നമ്മുടെ മൃഗാശുപത്രി തന്നെ. പിള്ളേച്ച, ദൈവം ഓരോന്നിനും ഓരോ വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. ആ വഴിയെ പോവാതെ പീച്ചാങ്കോലിന്റെ വഴിയെ കൂടെ പോയാ പശു ചത്തുപോകും. ചത്തുപോണി അങ്ങ് പോട്ടെ. ഞാൻ എന്റെ പശുവിനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പോവാ. കൊച്ചുമറിയേ, സംഗതി കുഴപ്പാവൂടി. നിങ്ങൾ നീലാണ്ടനും കൊണ്ട് പോകുമ്പോഴേ ആ മൃഗാശുപത്രി കയറി ഒന്ന് അന്വേഷിക്കണം. ഏയ്, ആന്റിസിപ്പേറ്ററി ബെയിലിന്റെ ആവശ്യമൊന്നുമില്ല. പ്രതിയെ അറസ്റ്റ് ചെയ്യാതിരുന്നാ പോരെ? അത് ഞാൻ നോക്കിക്കോളാം. ഞാൻ നാളത്തെ ഫ്ലൈറ്റിന് മദ്രാസിൽ പോകും. അതിനു മുമ്പ് ഇത് ശരിയാക്കിയിട്ടേ പോവൂ. ഓക്കെ. സണ്ണിച്ചായി നാളെ പോവാന്നോ? ഒരു മർഡർ കേസിലെ പ്രതിക്ക് ജാമ്യം എടുക്കണം. ഞാൻ പോയാലേ നടക്കൂ. ഇങ്ങനെ കേസുകാരികളുമായി എത്ര കാലം ഓടുക?